ചേട്ടാ സച്ചിയേട്ടാ ദാ വണ്ടി അതേ വരുന്നെന്ന് പറയും കേട്ടോ. നോക്കുമ്പോഴത്തേക്കിനും പൂമാല കിട്ടിയ വണ്ടിയാണ്. അന്നത്തേക്കിനും നമ്മുടെ ഫാസ്റ്റ് ആക്കും കേട്ടോ സച്ചി ഓട്ടോ. അന്നത്തേക്കിനും ഇടയ്ക്ക് വെച്ചിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ്, അവൻ ഓവർടേക്ക് ചെയ്യുകയാണ്, കയറാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പൂമാല വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഓട്ടോ നിർത്തുവേ. എന്നിട്ട് സച്ചി ഇറങ്ങി ചെന്നിട്ട് അവനെ കോങ്ങായ്ക്ക് പിടിച്ച് വെളിയിൽ ഇറക്കിയിട്ട് നല്ല പൂശും കേട്ടോ. നന്നായിട്ട് ഇടി ഇടിക്കുക. രേവതി ഇടയ്ക്കെന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ വേണ്ട വേണ്ട മതി മതി വാ നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ വന്ന ആൾ ഓടിപ്പോകാൻ നിൽക്കുമ്പോഴത്തേക്കിനും തിരിഞ്ഞ് ഓടി ചെന്നിട്ട് വീണ്ടും സച്ചി അതിൻ്റെ പുറകെ ചെന്നിട്ട് അവരുമായിട്ട് മത്സരിക്കുകയാണ്. ഭയങ്കര അടിയാവും കേട്ടോ. എന്നിട്ട് ഒരുത്തൻ്റെ ഇങ്ങനെ തൊണ്ടയ്ക്ക് പിടിച്ച് തൊണ്ട ഓടിക്കുന്നുണ്ട്, ഇന്നൊരുത്തനെ പൊക്കി നിലത്തും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോക്കാരന്മാരും ഡ്രൈവർമാരും കാറുകാരും എല്ലാവരും വരുവാണ്, ഓടി വരുന്നുണ്ട് കേട്ടോ എല്ലാവരും. എന്നിട്ട് വീണ്ടും അവന്മാർ 3 പേരും കൂടെ എണീച്ച് ഓടാൻ നോക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ കാറുകാർ വരുമല്ലോ. സച്ചി ഇനി ഞങ്ങൾ നോക്കിക്കോളാം, നീ പോ എന്ന് പറയുവേ. സച്ചിയേട്ടാ വാ, മാല എത്രയും പെട്ടെന്ന് നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിക്കണം, ഇവിടുത്തെ കാര്യം അവർ നോക്കിക്കോളും, വേഗം വാ എന്ന് പറഞ്ഞിട്ട് രേവതി ധൃതി കൂട്ടുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മണ്ഡപത്തിൽ മുഹൂർത്തമായി മാല ഇതുവരെ എത്തിയിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അപ്പം വധുവരന്മാർ പറയുന്നുണ്ടേ, മുഹൂർത്തമായല്ലോ, എന്നിട്ട് നിങ്ങളെന്താ കല്യാണം നടത്താത്തതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വന്ന് ചോദിക്കാനും തുടങ്ങിയേ. നമ്മുടെ വിജയകുമാർ സാറാണെങ്കിൽ അനൂപിനെ നിർത്തി പൊരിക്കുന്നുമുണ്ടേ. മാല കിട്ടിയില്ലെങ്കിൽ കല്യാണം നടക്കില്ല, കല്യാണം നടത്തുക, അവരെ ഒരുങ്ങിയിരിക്കുന്നവരോട് ഞാൻ എന്താ പറയേണ്ടത്, നീ തന്നെ പറയുന്നൊക്കെ അനൂപിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അനൂപിനെ വിളിച്ചിട്ട് മാല കിട്ടിയെന്ന് പറയാൻ പറയുവേ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഫോൺ വിളിക്കും കേട്ടോ. അപ്പം അനൂപ് ഇങ്ങനെ സാറിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് നിർത്തിയിരിക്കുവാണ്. അനൂപേ സാർ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ കോൾ വരുന്നത്. സാർ ഇതാ സച്ചിയുടെ കോൾ എന്ന് പറയും കേട്ടോ. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ് മേടിച്ച് സംസാരിക്കുകയാണ്. നിന്നെ ഞാനിപ്പോൾ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ സച്ചിനെ സാറ്. അപ്പോഴത്തേക്കിനും പറയും, സാറേ മാല തട്ടിക്കൊണ്ട് പോയ വണ്ടി കിട്ടി, മാല കിട്ടിയെന്ന് പറയുക. എന്നാലും ചോദിക്കുക, നീ എന്നെ തണുപ്പിക്കാൻ പറയുവാണോ എന്ന് ചോദിക്കുവേ. അല്ല തണുപ്പിക്കാനൊന്നും പറയല്ല, സത്യമായിട്ടും കിട്ടിയെന്ന് പറയുവേ. എന്നെ വിശ്വസിക്കണം സാർ, 10 മിനിറ്റിനുള്ളിൽ മാല ഓഡിറ്റോറിയത്തിലെത്തും എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് വാടാന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കാറുകാരും ഡ്രൈവർമാരും എല്ലാവരും സച്ചിയുടെ അടുത്തേക്ക് വരുവാണേ. സച്ചി എന്ന് പറയുക, താങ്ക്സ് ഏട്ടാ താങ്ക്സ്, ഒത്തിരി താങ്ക്സ് ഒക്കെ സച്ചി പറയുവേ. നിങ്ങൾ ഓട്ടോ എടുത്തോണ്ട് പോ, ഞാൻ ഈ വണ്ടി മാല കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ വിജയകുമാർ സാറ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അയ്യോ എല്ലാം പോയി, എൻ്റെ രാഷ്ട്രീയ ഭാവി എല്ലാം പോയി എന്നൊക്കെ പറയുവേ. എന്താ സമയമായി, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആദ്യം എടുത്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാം നീ കാരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനൂപിൻ്റെ കൊങ്ങായ്ക്ക് പിടിക്കുവാണേ. അന്നത്തേക്കിനാണ് നമ്മുടെ സച്ചിയുടെ എൻട്രൻസ്, വണ്ടിയൊക്കെ ആയിട്ട് വരുമോ കേട്ടോ, പൂമാലയൊക്കെ ആയിട്ട്. സാർ വണ്ടി എത്തി സാർ എന്ന് പറയുവേ. അപ്പോഴത്തേക്കിനാണ് പിന്നെ കോളറയിൽ നിന്ന് വിടുന്നതൊക്കെ. അങ്ങനെ 2 പേരും മാലയായിട്ട് ഇറങ്ങുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും.